എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 3 വീതം ഏകദിനങ്ങളും T20യും അടങ്ങുന്ന പരമ്പരയ്ക്കാണ് ജൂലൈ 27 മുതലാണ് തുടക്കമാകാൻ പോകുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ പോരാട്ടം എന്ന നിലയിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പരമ്പര തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ശ്രീലങ്കൻ പര്യടനം. അതോടൊപ്പം തന്നെ 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാന ദൗത്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ലങ്കൻ പരമ്പരയിലൂടെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു പോരാട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പുതിയ T20 ക്യാപ്റ്റനെ കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനെ ഗില്ലിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയും KL രാഹുൽ ഒരുപാട് താരങ്ങളെ മറികടന്ന് തന്നെയാണ് സൂര്യയും അതോടൊപ്പം തന്നെ ഗില്ലും ആ ഒരു ക്യാപ്റ്റൻസി പദവിയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം T20 ഏകദിന സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ വളരെ സർപ്രൈസായി തോന്നിയൊരു സംഭവം തന്നെയായിരുന്നു ഏകദിന സ്കോഡിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസണെ ഒഴിവാക്കിയത്. ഗൗതം ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് മികച്ച കരിയർ റെക്കോർഡുള്ള സഞ്ജുവിനെ പരിഗണിക്കുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു വളരെ അപ്രതീക്ഷിതമായി മലയാളി താരത്തെ ഏകദിനത്തിലുള്ള സ്കോഡിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ T20 പരമ്പരയിൽ ഋഷഭ് പന്തിന് ശേഷം ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദിനത്തിൽ സഞ്ജുവിന് പകരം KL രാഹുലാണ് ഋഷഭ് പന്തിന് പുറമെ വിക്കറ്റ് കീപ്പർ റോളിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ BCCIക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. മികച്ച കരിയർ റെക്കോർഡുള്ള സഞ്ജു സാംസണെ ഏകദിനത്തിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആരാധകർക്കിടയിൽ നിന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അതിനിപ്പോൾ സഞ്ജു സാംസണെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരം വസീം ജാഫർ. സഞ്ജു സാംസണെ T20 പരമ്പരയ്ക്ക് പരിഗണിച്ചെങ്കിലും ഏകദിന പരമ്പരയിൽ നിന്നും തഴഞ്ഞതിനെ ചോദ്യം ചെയ്താണ് ഇന്ത്യയുടെ മുൻ താരം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. 2025 ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ സഞ്ജുവിനെ ടീമിൽ നിന്നും തടയാനുള്ള വ്യക്തമായൊരു പദ്ധതി തന്നെയാണ് ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഏകദിനത്തിലൂടെ അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നാണ് മുൻ താരം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള പ്ലെയർ തന്നെയാണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ വർഷം അദ്ദേഹം അവസാനമായി കളിച്ച ഏകദിനം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിലായിരുന്നു. സോ അന്ന് ഇന്ത്യയുടെ വൻകിട ബാറ്റർമാരൊക്കെ റൺസ് കണ്ടെത്താതെ വിഷമിച്ച് പതറിയപ്പോൾ മലയാളി താരം തൻ്റെ ആദ്യ ഏകദിന സെഞ്ചുറി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തന്നെയാണ് മികച്ച ഏറ്റവും റീസെൻ്റായി നടന്ന ഏകദിന മത്സരങ്ങളിൽ സഞ്ജു സാംസണ് അവകാശപ്പെടാനുള്ളത്. സോ അത്ര മികച്ച കരിയർ സ്റ്റാറ്റുള്ളൊരു താരത്തെ പുറത്തിരുത്തിക്കൊണ്ടാണ് KL രാഹുലിനെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഏകദിന സ്കോഡിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. T20 സ്കോഡിൽ സഞ്ജുവിന് അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ഋഷഭ് പന്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ തന്നെയാണ്. ഇന്ത്യയുടെ 3 ഫോർമാറ്റിലെയും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ തന്നെയാണ് പന്ത്. സോ പന്തുള്ളപ്പോൾ എന്നിരുന്നാലും T20യിൽ ശ്രീലങ്കയ്ക്കെതിരായി T20യിൽ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയേക്കില്ല. കഴിഞ്ഞ T20 വേൾഡ് കപ്പിലും ഇതേ സമാനമായ കാര്യം തന്നെയായിരുന്നു. വാമപ്പ് മത്സരത്തിൽ മാത്രം ഒരു അവസരം നൽകിയ ശേഷം പിന്നീട് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തുകയായിരുന്നു. സോ അത് ആവർത്തിക്കാൻ തന്നെയാണ് പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ അവസാനം കളിച്ച ഏകദിനത്തിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത്. സമീപകാലത്തെ പ്രകടനം അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ വഴി തുറക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും ഒരുപോലെ കരുതിയിരുന്നത്. നമുക്കറിയാം ശിവം ദൂബെ മാത്രമേ റിയാൻ പരാഗും ഏകദിന ടീമിലും T20 ടീമിലും ഋഷഭ് പന്തിന് പുറമെ ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കൻ ഏകദിന പരമ്പരയിൽ നിന്ന് താഴെപ്പെട്ട സഞ്ജുവിന് ഇനി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാമെന്ന പ്രതീക്ഷകൾക്കും അല്പം മങ്ങലേറ്റുണ്ട്. കാരണം 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടി ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകദിന പരമ്പര തന്നെയാണ് ശ്രീലങ്കയ്ക്കെതിരെ ഉള്ളത്. അതും ഒരു എവേ പരമ്പരയാണ് ലങ്കയ്ക്കെതിരെ കളിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ഗംഭീർ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണ്. സോ KL രാഹുലിനെ മടങ്ങിയ വരവ്, അതായത് ഏകദിന ടീമിലേക്ക് KL രാഹുലിൻ്റെ ആ ഒരു മടങ്ങിയ വരവ് ഒരുപക്ഷെ സഞ്ജു സാംസണെ അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം. സോ എന്തായാലും കാത്തിരുന്നാണ് കാണാം BCCI അല്ലെങ്കിൽ ഇന്ത്യൻ സെലക്ടർമാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പരിശീലകൻ്റെ മറ്റ് പദ്ധതികൾ എന്തൊക്കെയായിരിക്കും. പുതിയ ക്യാപ്റ്റൻ എത്തിയിട്ടുണ്ട്, പുതിയ വൈസ് ക്യാപ്റ്റൻ എത്തിയിട്ടുണ്ട്, പുതിയ ടീം അംഗങ്ങൾ എത്തിയിട്ടുണ്ട്, പുതിയ പരിശീലകനൊക്കെ എത്തി ടീം ഇന്ത്യ അങ്ങനെ സെറ്റായി മാറുകയാണ്. സോ കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.